ഒന്നിനും സമയം കിട്ടാറില്ല എന്ന് സ്ഥിരം പറയാറുള്ള ഒരാളാണ് നിങ്ങൾ. ഈ എല്ലാത്തിനും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സമയമില്ല, അതിന് സമയമില്ല, ഇതിന് സമയമില്ല, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം? എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരാൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്ന അതിലും ചോദിക്കുന്നൊരു ബേസിക് ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ ഈ ടൈം എല്ലാം മാനേജ് ചെയ്യണം? ഇത്രയും കമ്പനീസ് ഉണ്ട്, ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, ഇത്രയും പ്രൊജക്ട്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉൾപ്പെടെ ഫാമിലി ആയിട്ടുള്ള ടൈമും ഫ്രണ്ട്സ് ആയിട്ടുള്ള ടൈമും ബാക്കി ട്രിപ്പ് പോകാനുള്ള ടൈമും കുക്കിങ്ങിനുള്ള ടൈമും, അങ്ങനെ എല്ലാത്തിനും ടൈം കണ്ടെത്തുന്നു. റിലീസാവുന്ന എല്ലാ മൂവീസും കാണാറുണ്ട്. ഇതെങ്ങനെ ഇതിനെല്ലാം കൂടി ടൈം കിട്ടുന്നു? എങ്ങനെ ഈ ടൈം മാനേജ് ചെയ്യുന്നു? ആ ഒരു കാര്യമാണ് ടൈം കണ്ടെത്തുന്നുള്ളതും ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതും. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും 24 hours ഉള്ളൂ. ഈ ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് നമ്മുടെ വീട്ടിലേക്ക് അമ്മമാരാണ്. അതായത് വീട്ടമ്മമാർ, അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള വീട്ടമ്മമാർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ടൈം മാനേജ്മെൻറ്റ്, അവരെങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? ഞാൻ നാളെ മുതൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യണതല്ലത്. അത് അവരുടെ നിവൃത്തികേട് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അവരുടെ അവസ്ഥ കൊണ്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണത്. ആ അവസ്ഥ എന്ന് പറയുന്നതാണ് പലർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. കാരണം അവർക്കത് ചെയ്തേ മതിയാവും. അവർക്ക് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഹസ്ബൻഡിൻ്റെ കാര്യം, കുട്ടികളുടെ കാര്യം, അവരുടെ കാര്യം, കുട്ടികളെ സ്കൂളിൽ വിടണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് അവർക്ക് ഓഫീസിൽ പോവുകയും ചെയ്യണം. അപ്പോൾ അവർക്ക് കിട്ടുന്നത് ആകെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തിനകത്ത് അവർക്കത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അവരുടെ കാര്യം. അപ്പോൾ അവർ മൾട്ടി ടാസ്ക്കേഴ്സാണ്. ഇതിനകത്ത് ഒരു കിച്ചണിൽ തന്നെ ഇരുന്നിട്ട് അവർ 10 കാര്യം ഒരുമിച്ചൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു എക്സ്ട്രീം ലെവലാണ് അതിൻ്റെ. നമ്മളെ ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷനൊന്നും ഇതിൻ്റെ 1/4 കപ്പാസിറ്റി പോലും എടുക്കാൻ പറ്റണില്ല. കാരണം ഈ ടൈം മാനേജ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് അവരുടെ മുമ്പിൽ ഒരു 5 ടാസ്ക് വന്നാൽ പോലെ ഒരു ഭയങ്കര ഹെക്റ്റിക്കുള്ള സംഭവമാണ്, അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടില്ല, ഞാൻ ആകെ ഡ്രെയിൻഡ് ഔട്ടായി പോവാണ് എന്ന രീതിയിലാണ് അവരൊരു എക്സ്പ്രഷൻ പോലും. ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ആൻഡ് പങ്ക്ച്വാലിറ്റിയാണ് ടൈം മാനേജ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ളൊരു സാധനം. ഫസ്റ്റ് തിങ് പങ്ക്ച്വാലിറ്റി. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ആ ഒരു ടൈം ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ ആ കാര്യം ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള അടുത്ത 10 മിനിറ്റ് അവിടെ ലോസ് ആവും. അപ്പോൾ ഫുൾ ഷെഡ്യൂൾ തെറ്റിപ്പോവും. ഫസ്റ്റ് തിങ് ഒന്ന് പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സെക്കൻഡ് തിങ്, നമ്മളുടെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ആ കാര്യം മാത്രം കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുക. പലരും ചെയ്യുന്ന കാണുന്ന പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യം ചെയ്യുക, അതിൻ്റെ പുറകെ പോകും, അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യം ചെയ്യുന്നത്, അതിൻ്റെ പുറകെ പോകും. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ആവുകയും ചെയ്യില്ല. ഇതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിൽ വരും. നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള കാര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ 100 കാര്യത്തിന് പോയി ആ 10 മിനിറ്റിനുള്ള കാര്യം വൈകുന്നേരം വരെ ചെയ്യേണ്ടി വരും. ആ 10 മിനിറ്റ് വേറെ ഒന്നിലും ഒരു ഡിസ്ട്രാക്ഷനും പോവാതെ ആ 10 മിനിറ്റ് കറക്റ്റായിട്ട് ആ കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുക, അത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, വിടുക, അടുത്ത കാര്യം ചെയ്യുക. അങ്ങനെ രീതിയിൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും.